രാവിലെ 7 മണിക്ക് തുടങ്ങിയ പോളിംഗ് 6 മണിയോടുകൂടി നിലമ്പൂരിൽ അവസാനിച്ചിരിക്കുന്നു. വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം തന്നെയുള്ളത്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിച്ചുവെന്ന് മുന്നണികൾ അവകാശപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഒരുപക്ഷേ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം വീറും ഉണ്ടായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടെന്ന് പറയാൻ പറ്റും. നിലമ്പൂരുകാർ തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത്രയധികം വീറും വാശിയുമാണ് തെരഞ്ഞെടുപ്പിലാകെ തന്നെ ഉണ്ടായത്. ഇനി ഏത് തരത്തിലാണ് ജനം വിധി എഴുതിയെന്നറിയാൻ 23 വരെ കാത്തിരിക്കണം. ഇനിയുള്ള മണിക്കൂറുകൾ ഒരു കൂട്ടിക്കിഴിക്കലിൻ്റെ കൂടി തന്നെയാണ്. പ്രത്യേകിച്ച് എവിടെയൊക്കെയാണ് അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുള്ളത്, എത്രത്തോളം ഓരോ ബൂത്തുകളിൽ നിന്നും കൃത്യമായ കണക്കെടുത്ത ഒരു പ്രതീക്ഷ ഓരോ മുന്നണികളും ഇനി ഇപ്പോൾ കണക്ക് കൂട്ടി വയ്ക്കും. എത്രത്തോളം വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ആ മുന്നണികളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായും മുന്നണികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടാകുന്നത് രണ്ട് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയൊക്കെ നിലപാടുകൾ ഏത് തരത്തിൽ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതും മുന്നണികളുടെ നിലപാടുകളും സർക്കാർ ഇതുവരെ നടപ്പിലാക്കിയ നയങ്ങളുമൊക്കെ എന്നൊക്കെ തന്നെ LDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഇതുവരെ എടുത്ത വികസന നിലപാടുകൾ, ഒപ്പം തന്നെ മറ്റ് സർക്കാർ മുന്നോട്ട് വെച്ച നയങ്ങൾ, പെൻഷൻ കാര്യത്തിലടക്കം സ്വീകരിച്ച നിലപാടുകൾ, കേന്ദ്ര സർക്കാരിനെതിരായ നിലപാടുകൾ, ഇതൊക്കെ തന്നെ ജനങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചു എന്ന് തന്നെ വിലയിരുത്തപ്പെടും. ഒപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഊർജ്ജം പകരുന്നതായി ഈ തെരഞ്ഞെടുപ്പ് മാറും. അതേസമയം തന്നെയാണ് UDF-നെ സംബന്ധിച്ച് അൻവറിനെ കൂടെ കൂട്ടാനുള്ള അവസാന ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ. പക്ഷേ അതൊക്കെ തന്നെ അവസാനം മുന്നോട്ട് ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവാണ് അതിലൊക്കെ തന്നെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ആ നിലപാടുകൾക്കൊക്കെ തന്നെ ഏത് തരത്തിൽ ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിനൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ ഇവിടെ ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർത്തിയ സർക്കാർ വിരുദ്ധ നിലപാടുകൾ അതെത്രത്തോളം ഗുണം ചെയ്തു എന്നൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തപ്പെടും. മറ്റൊന്ന് NDA സംബന്ധിച്ചാണ്. പുതിയ അധ്യക്ഷൻ വന്നു. പ്രൊഫഷണൽ സമീപനമെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിലാകെ തന്നെ ഉയർന്നു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഇനി അങ്ങോട്ട് എന്തായിരിക്കണം സംസ്ഥാനത്ത് NDA-യുടെ ഭാവി എന്ന്, അല്ലെങ്കിൽ NDA-ക്ക് എത്രത്തോളം സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നു, ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നതാണ്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ് BJP സ്ഥാനാർത്ഥിയുടെയും BJP-യുടെ പ്രചരണത്തിലും ആകെ തന്നെ ഉണ്ടായെന്ന് പറയേണ്ടി വരും. കാരണം അത്രയും കൃത്യമായ ഒരു പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് അവർ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയി. കാടടച്ചുള്ള പ്രചരണത്തിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിലേക്ക് NDA പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇനി വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണ്ടുകൊണ്ട് തന്നെയാണ്. മലയോര മേഖലകളിലെ വോട്ടുകൾ നിർണായകമാകുന്ന ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായും PV അൻവറിന്റെ സാന്നിധ്യവും പ്രധാനപ്പെട്ടതാണ്. മുന്നണികളിലോട് എതിരിട്ട എല്ലായിടത്തും, അതായത് LDF-നോട് തെറ്റിപ്പിരിഞ്ഞു, UDF-ലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. VD സതീശന്റെ നിലപാടുകൾ അൻവറിന്റെ UDF പ്രവേശനത്തിന് തടസ്സമായി. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അൻവർ ഇത് തരത്തിൽ ഈ മണ്ഡലത്തിൽ നിലമ്പൂരിൽ ഇമ്പാക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. 9 വർഷം MLA ആയിരുന്ന അൻവർ MLA ആയിരുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ ഏത് തരത്തിലുള്ള വികസനം അദ്ദേഹം മുന്നോട്ട് വെച്ചു, ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നു. മാത്രമല്ല ഒരു മുന്നണിയുമില്ലാതെ ഒറ്റയ്ക്ക് അൻവർ നിന്നപ്പോൾ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി ഈ വരുന്ന മണിക്കൂറുകളിലാണ് ഇനി ഉണ്ടാകേണ്ടത്. ഏതായാലും 23-ാം തീയതി വോട്ടെണ്ണി തുടങ്ങുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. എങ്കിൽ പോലും ഇപ്പോൾ തന്നെ മുന്നണികൾ തങ്ങളുടെ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ ബൂത്തിലും ചെയ്ത വോട്ടുകളുടെ എണ്ണം എടുത്തിട്ടുണ്ട്. ഏറെക്കുറെ നല്ല പോളിംഗ് ശതമാനം എന്ന തരത്തിൽ തന്നെയാണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്.